ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിട്ടെത്തിയ മുൻ MLA-മാർക്ക് സീറ്റ് നൽകി BJP. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് 6 MLA-മാർക്ക് സീറ്റ് നൽകിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തതിന് പിന്നാലെ MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കിയിരുന്നു. കുതിരക്കച്ചവടം നടത്തിയതിന് BJPക്ക് അർഹിക്കുന്ന മറുപടി ജനങ്ങൾ നൽകുമെന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞു. നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നോബൽ, ഈ MLA-മാർക്ക് സീറ്റ് BJP കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലൊരു പ്രശ്നം നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ PCC അധ്യക്ഷ പ്രതിഭ സിംഗും മകൻ വീരേന്ദ്ര സിംഗും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ MLA-മാരെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഈ മേഖലയിൽ, അതായത് ഈ 6 MLA-മാരുടെ സീറ്റ് ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിൽ അത് കോൺഗ്രസിന്റെ ലോക്സഭാ സീറ്റ് വിജയത്തെ ഉൾപ്പെടെ ബാധിച്ചേക്കാം എന്ന സ്റ്റേറ്റ്മെന്റ് പോലും പ്രതിഭ സിംഗ് നടത്തിയിരുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഈ BJP-മാർക്ക് ഇപ്പോഴും പിന്തുണയുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ സീറ്റ് വിജയിക്കാമെന്ന് തന്നെയാണോ BJP കരുതുന്നത്? ബില്ലിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 6 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഹിമാചൽ പ്രദേശിൽ നിലവിൽ സർക്കാർ കോൺഗ്രസിൻ്റെതാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവിടെ സർക്കാർ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ അയോഗ്യരാക്കിയ 6 MLA-മാർ കഴിഞ്ഞ ദിവസമാണ് BJPയിൽ ചേർന്നതും അവർക്ക് സീറ്റ് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായത്. പ്രത്യേകിച്ച് ഈ ഹിമാചൽ പ്രദേശിൽ അന്ന് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മനു അഭിഷേക് സിംഗ്വിക്ക് പകരം BJP സ്ഥാനാർത്ഥിക്ക് ഈ 6 MLA-മാർ വോട്ട് ചെയ്തതോടെയാണ് BJP സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ കോൺഗ്രസ് ഇവരെ അയോഗ്യരാക്കി. ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഇവർ BJPയിൽ പോകുമെന്നും BJP ഇവർക്ക് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകും എന്നും ഉറപ്പായിരുന്നു. എന്നാണെങ്കിലും അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ആ സീറ്റുകൾ ഈ 6 പേർക്ക്, പ്രത്യേകിച്ച് സുധീർ ശർമ്മ, അതോടൊപ്പം രവി ഠാക്കൂർ, ഒപ്പം രജീന്ദർ റാണ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ സീറ്റ് എന്താണെങ്കിലും നൽകിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സീറ്റിൽ മത്സരം വരുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുന്നത്, ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിക്രമാദിത്യ സിംഗ്, അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷ പ്രതിഭ സിംഗ് എന്നിവരുടെ പിന്തുണ ഈ MLA-മാർക്ക് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ MLA-മാരെ അയോഗ്യരാക്കിയതിന് പിന്നാലെ ഇവരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിക്രമാദിത്യ സിംഗ് മുഖ്യമന്ത്രിക്ക് തന്നെ കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇവർ പരസ്യമായി പല ഘട്ടങ്ങളിലും ഈ MLA-മാരെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ MLA-മാരുടെ ഇത്തരത്തിൽ പുറത്താക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണ്ഡി മണ്ഡലത്തെ വിജയത്തെ പോലും ബാധിക്കും എന്നായിരുന്നു അതിൽ പ്രതിഭ സിംഗ് സംസ്ഥാന അധ്യക്ഷ തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാണെങ്കിലും നിലവിൽ ഈ MLA-മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാൻ കഴിയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു വിഭാഗം വോട്ട് ഇവർക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ BJPക്ക് കൂടി സ്വാധീനമുള്ള മേഖലയാണ്. BJP വോട്ടർ കൂടി ഇവർക്ക് പിന്തുണയ്ക്കുമ്പോൾ ഇവർ സ്വാഭാവികമായും ജയിച്ചു വരും. അങ്ങനെ ജയിച്ചു വന്നാൽ നിലവിൽ 33 MLA-മാരാണ് കോൺഗ്രസിന് അവിടെ ഉള്ളത്. 39 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 6 പേർ, അതായത് 3 സ്വതന്ത്രരും അതോടൊപ്പം 6 MLA-മാരും ഉൾപ്പെടെ സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ച് BJPക്കൊപ്പം പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ 6 പേരും, അതായത് കോൺഗ്രസ് വിമതരാക്കിയ 6 പേരും അതോടൊപ്പം തന്നെ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച 6 MLA-മാർ കൂടി രാജിവെച്ച് BJPയിൽ ചേർന്നു. അതുകൂടി പ്രഖ്യാപിക്കാനുണ്ട്. അങ്ങനെ 9 സീറ്റുകളാണ് ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഹിമാചൽ പ്രദേശിൽ. ഈ 9 സീറ്റുകളും വിജയിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നാലെ കോൺഗ്രസിന് ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അധികാരത്തിലുള്ള ഏക സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് വ്യക്തമാക്കുന്നത് ഇവർക്ക് സീറ്റ് നൽകിയതോടെ BJP കുതിരക്കച്ചവടം നടത്തി എന്നതിന് തെളിവായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പാഠം ഇവരെ പഠിപ്പിക്കും. അതായത് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവരെ പരാജയപ്പെടുത്തും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ അത്ര എളുപ്പമാകാൻ സാധ്യത ഇല്ല എന്നാണ് എല്ലാ കോണുകളിൽ നിന്നും വിവരം ഈ ഘട്ടത്തിൽ പുറത്തേക്കും വരുന്നത്. ബിനിൽ.